ഖുർആൻ സ്നേഹികൾ, ഖുർആൻ പഠിക്കുന്നവരെന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലെ ഏറ്റവും നല്ല മനുഷ്യരാണ്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വ അല്ലമ. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുള്ള ഏറ്റവും നല്ല മനുഷ്യരുടെ കൂടെയാണ് ഞാൻ ഇരിക്കുന്നത് എന്ന സന്തോഷമാണ്. നാൽപ്പത് കൊല്ലമായി തിരുവനന്തപുരം ജില്ലയിൽ വരാനും ഇവിടുത്തെ ആളുകളുമായി സംസാരിക്കുവാനും അവസരമുണ്ടായിട്ടുള്ള ഒരാളാണ് ഞാൻ. ഈ അടുത്ത കാലത്താണ് കുറച്ച് ഇടവേള വന്നിട്ടുള്ളത്. ഡൽഹിയിലേക്ക് മാറിപ്പോയതിന് ശേഷം വരവ് അപ്പപ്പോളാണ്. 40 വർഷം മുമ്പ് തിരുവനന്തപുരത്ത് വരുന്ന സന്ദർഭത്തിൽ ഖുർആൻ അറിയുന്നവരുടെ എണ്ണം വളരെ കുറവായിരുന്നു. ഖുർആനിനെ കുറിച്ച് വല്ലതും അറിയണമെങ്കിൽ, ഖുർആനെ അടിസ്ഥാനപ്പെടുത്തി വല്ലതും കേൾക്കണമെങ്കിൽ മലബാറിൽ നിന്ന് ആളുകൾ വരണം എന്ന ഒരു ഭാവമായിരുന്നു ആളുകൾക്കുണ്ടായിരുന്നത്. ഇന്ന് ആ നില മാറി. ഇന്ന് ഖുർആൻ പഠിച്ചവരും പഠിപ്പിക്കുന്നവരും ഖുർആനിനെ സ്നേഹിക്കുന്നവരും ഖുർആൻ ജീവിതത്തിൽ പകർത്തുന്നവരും തിരുവനന്തപുരം ജില്ലയിൽ ധാരാളമായിട്ടുണ്ട്. അതിൻ്റെ ഒരു സാക്ഷ്യമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഒരു വാചകമുണ്ട്. ഈ സമുദായത്തിൻ്റെ തുടക്കം എങ്ങനെയാണോ നന്നായത്, അതുകൊണ്ട് മാത്രമേ സമുദായത്തിൻ്റെ അവസാനവും നന്നാവുകയുള്ളൂ. ലാ യസ്ലുഹു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സലുഹ അവ്വലുഹ. ഈ സമുദായത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ എങ്ങനെയാണോ കർമ്മോത്സുകമായ, ആവേശോജ്വലമായ, വിശ്വാസ തീവ്രമായ ഒരു സമൂഹത്തെ വളർത്തിയെടുത്തിട്ടുള്ളത്, അതേ വഴിയിലൂടെ മാത്രമേ അവസാന കാലത്തും ഒരു സമൂഹത്തെ വളർത്തിയെടുക്കാൻ കഴിയുകയുള്ളൂ. ഈ വസ്തുത ഇസ്ലാമിക പ്രസ്ഥാനം വളരെ നേരത്തെ തന്നെ മനസ്സിലാക്കി. ഖുർആൻ വ്യാപകമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആദ്യം ആരംഭിച്ച പരിപാടി ഖുർആൻ ദർസ് അല്ലെങ്കിൽ ഖുർആൻ ക്ലാസ് എന്ന പരിപാടിയായിരുന്നു. പൊതുജനങ്ങളെ വിളിച്ചിരുത്തി, മുസ്ലിം സാമാന്യ ജനങ്ങളെ വിളിച്ചിരുത്തിക്കൊണ്ട് അവരുടെ മുമ്പിൽ ആദ്യമായി മനോഹരമായി ഖുർആൻ ഓതിക്കേൾപ്പിക്കും. ഓതിക്കേൾപ്പിച്ചതിന് ശേഷം അതിൻ്റെ പദാനുപത അർത്ഥം പറയും. പിന്നീട് ആ വചനങ്ങൾ അവതരിപ്പിക്കാനുള്ള സാഹചര്യം, ഏത് സന്ദർഭത്തിലാണ് ആ വചനങ്ങൾ അവതരിപ്പിക്കപ്പെട്ടത് എന്നത് വിശദീകരിക്കും. ആ സാഹചര്യത്തിൽ ആ വചനങ്ങളിൽ നിന്ന് ഏത് ആശയമാണ് ഉൾക്കൊണ്ടത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തും. അവസാനമായി ആ വചനങ്ങളിൽ നിന്ന് ഈ കാലഘട്ടത്തിലെ ജനത, തൻ്റെ മുന്നിലിരിക്കുന്ന ആളുകൾ ഏത് സന്ദേശമാണ് ഉൾക്കൊള്ളേണ്ടതെന്നും എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നും വിശദീകരിക്കും. ഇങ്ങനെയുള്ള മനോഹരമായ ഒരു പരിപാടി, അരമണിക്കൂറോ 40 മിനിറ്റോ നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് അന്ന് ഖുർആൻ ക്ലാസ് അല്ലെങ്കിൽ ഖുർആൻ ദർസ് എന്ന് പറഞ്ഞിരുന്നത്. ഏതാണ്ട് 2-3 പതിറ്റാണ്ടുകൾ ഇടതടവില്ലാതെ ഈ പ്രവർത്തനം നടത്തിപ്പോന്നു.
പക്ഷെ അപ്പോഴും ഖുർആൻ ആളുകൾ പഠിക്കാറുണ്ടായിരുന്നില്ല. ഖുർആനിൽ എന്താണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കുകയും അതിനെ അനുധാവനം ചെയ്യാൻ താല്പര്യപ്പെടുകയുമായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി കുറച്ചുകൂടി ഒരു സ്റ്റെപ്പ് കൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട്. മറ്റുള്ളവർ പറയുന്നത് കേട്ടുകൊണ്ട് അല്ലെങ്കിൽ പരിഭാഷകൾ വായിച്ചുകൊണ്ട് മാത്രം ഖുർആനികാശയങ്ങൾ മനസ്സിലാക്കുകയും ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നതിന് പകരം സ്വയം ഖുർആൻ വായിക്കാനും വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനും അർത്ഥം മനസ്സിലാക്കുമ്പോൾ തന്നെ അതിൻ്റെ ആശയങ്ങളിലേക്ക് ഊളിയിട്ട് പോകാനും കഴിയുന്ന ഒരു കഴിവ് പഠിതാക്കളിൽ വളർത്തിയെടുക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെയാണ് ഖുർആൻ സ്റ്റഡി സെന്റർ ആരംഭിച്ചത്. ഖുർആൻ സ്റ്റഡി സെന്ററിൽ തുടർച്ചയായി ഖുർആൻ പഠിപ്പിക്കുന്നു, ആയത്തുകൾ പഠിപ്പിക്കുന്നു, ആ ആയത്തുകൾ ഉൾക്കൊള്ളുന്ന വാക്കുകൾ പഠിപ്പിക്കുന്നു, ആ വാക്കുകളുടെ ഉച്ചാരണം പഠിപ്പിക്കുന്നു, ആ വാക്കുകൾ ഉൾക്കൊള്ളുന്ന ഗ്രാമർ നിയമങ്ങൾ പഠിപ്പിക്കുന്നു. അങ്ങനെ പഠിച്ച ഭാഗവും പഠിപ്പിക്കപ്പെടാത്ത ഭാഗവും ഒരുപോലെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കഴിവ്, ഒരു സ്കിൽ, ഒരു നോളജ്, ഒരു ഇൻസ്ട്രുമെന്റ് പഠിതാവിന് ലഭിക്കുന്നു. 10,000-കണക്കിന് ആളുകളാണ് ആ കോഴ്സുകൾ കഴിഞ്ഞ് മുന്നോട്ട് പോയത്. ഞാൻ വിചാരിക്കുന്നു ആ കോഴ്സ് കൊണ്ട് ഏറ്റവും കൂടുതൽ ഉപകാരമുണ്ടായിട്ടുള്ള ഒരു ജില്ല, ജനസംഖ്യാനുപാതികമായി മുസ്ലിം ജനസംഖ്യാനുപാതികമായി ഏറ്റവും കൂടുതൽ ഉപകാരം ഉണ്ടായിട്ടുള്ള ഒരു ജില്ലയാണ് തിരുവനന്തപുരം ജില്ല എന്ന് പറയുന്നത്. ആ തിരുവനന്തപുരം ജില്ല ഖുർആൻ പഠിക്കുന്നവരെ മാത്രമല്ല സംഭാവന ചെയ്തത്, ഖുർആൻ പഠിപ്പിക്കുന്നവരെ സംഭാവന ചെയ്തിട്ടുണ്ട്. ഖുർആന്റെ വെളിച്ചത്തിൽ ജീവിതത്തിലെ പ്രശ്നങ്ങളെ നിർദ്ധാരണം ചെയ്യാനും അതിന് മറുപടി കണ്ടെത്താനും കഴിയുന്ന ആളുകളെ ഖുർആൻ സ്റ്റഡി സെന്റർ ഇവിടെ സംഭാവന ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് കൊണ്ട് എനിക്ക് എത്രമാത്രം സന്തോഷമുണ്ട് എന്നാണ്. വളരെ വിജയഗാഥയാണ്, വലിയ വിജയഗാഥയാണ് യഥാർത്ഥത്തിൽ ഈ ഖുർആൻ സ്റ്റഡി സെന്റർ എന്നത്, പ്രത്യേകിച്ച് അത് തിരുവനന്തപുരം ജില്ലയിൽ. നോക്കൂ, നമ്മുടെ ജീവിതത്തിൻ്റെ ആധാരമാണ് ഖുർആൻ. നമ്മുടെ ജീവിതത്തിൻ്റെ ആധാരമാണ് ഖുർആൻ. നമ്മുടെ വ്യക്തി ജീവിതത്തിൻ്റെ ആധാരം, നമ്മുടെ കുടുംബ ജീവിതത്തിൻ്റെ ആധാരം, നമ്മുടെ സമുദായത്തിൻ്റെ ആധാരം, സമൂഹത്തിലുള്ള നമ്മുടെ പ്രതിനിധാനത്തിൻ്റെ ആധാരം, നമ്മുടെ സാമ്പത്തിക ജീവിതത്തിൻ്റെ ആധാരം, നമ്മുടെ സംസ്കാരത്തിൻ്റെ ആധാരം, നമ്മുടെ നാഗരികതയുടെ ആധാരം, എല്ലാറ്റിൻ്റെയും ആധാരമായി നിൽക്കുന്ന വേദഗ്രന്ഥമാണ് ഖുർആൻ. ആ ഖുർആനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര പവിത്രമാണ് ആയിട്ടാണ് സംരക്ഷിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് ഖുർആനെ അല്ലാഹു ഡീൽ ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് ഖുർആനിലൂടെ സഞ്ചരിക്കുമ്പോൾ കാണാൻ കഴിയും. ഫീ സുഹുഫിൻ മുകറമ, ആ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് ഫീ സുഹുഫിൻ മുകറമ, മാന്യമായിട്ടുള്ള ഏടുകളിലാണ്. മർഫൂഅത്തിൻ മുതഹറ, വളരെ പരിശുദ്ധമായ അത്യുന്നതമായ ഏടുകളിലാണ് അല്ലാഹു ഇത് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. ലൗഹുൽ മഹ്ഫൂദിനെ കുറിച്ചാണ് പറയുന്നത്. ഫീ കിതാബിൻ മക്നൂൻ, അടച്ചു വെക്കപ്പെട്ട, ലാ യമസ്സഹു ഇല്ലൽ മുതഹറൂൻ, വിശുദ്ധരായ ആളുകൾക്ക് മാത്രം സ്പർശിക്കാൻ കഴിയുന്ന, അല്ലാത്തവർക്ക് അടുക്കാൻ പോലും പറ്റാത്ത അതിവിശുദ്ധമായ അതിസുരക്ഷിതമായ ഒരിടത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് എന്ന്
ഖുർആൻ നമുക്ക് പറഞ്ഞു തരികയാണ്. അവിടെ നിന്ന് ആ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് വിശുദ്ധ ഖുർആൻ കൊണ്ടുവരുന്നത് ആരാണ്? ആ വിശുദ്ധ ഖുർആൻ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നത് അർ-റൂഹുൽ ഖുദ്സ്, റൂഹുൽ അമീൻ, വിശ്വസ്തനായ ആത്മാവ്, പരിശുദ്ധനായ ആത്മാവ് എന്ന് വിളിക്കപ്പെടുന്ന ജിബ്രീൽ അലൈഹിസ്സലാമാണ് കൊണ്ടുവരുന്നത്. തനസ്സലുൽ മലായികതു വർ-റൂഹ്, മലക്കുകളും ആ മലക്കുകൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് അർ-റൂഹ് എന്ന മലക്ക്, ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് ആണത് കൊണ്ടുവരുന്നത്. ആ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞത് ഷദീദുൽ ഖുവ, അതിശക്തനാണ് ആ മലക്ക് എന്നാണ്. മുതാഇൻ സമ്മ അമീൻ, ആകാശലോകത്ത് അനുസരിക്കപ്പെടുകയും വിശ്വസ്തനാക്കപ്പെടുകയും ചെയ്ത വിശ്വസ്തനായ ഒരു മലക്കാണ് ജിബ്രീൽ അലൈഹിസ്സലാം. ആ ജിബ്രീൽ അലൈഹിസ്സലാം മറ്റു മലക്കുകളുടെ അകമ്പടിയോടുകൂടിയാണ് ഈ ഖുർആൻ ഭൂമി ലോകത്തേക്ക് കൊണ്ടുവരുന്നത്. ആ കൊണ്ടുവരുന്ന രാത്രി എങ്ങനെയുള്ള രാത്രിയാണ്? ലൈലത്തുൻ മുബാറക, അനുഗ്രഹീതമായ രാത്രിയാണ്. ലൈലത്തുൽ ഖദ്ർ, നിർണായകമായ രാത്രിയാണ്. ആ രാത്രിയിൽ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയതിന് ശേഷം മനുഷ്യ ജീവിതത്തിന്റെ ജയപരാജയങ്ങൾ അടിസ്ഥാനപ്പെട്ടു നിൽക്കുന്നത് ആ ഖുർആനുമായാണ്. ആ ഖുർആനുമായി ബന്ധപ്പെടുന്നവർ, അതിനെ അനുധാവനം ചെയ്യുന്നവർ വിജയത്തിന്റെ പാതയിലാണ്. ആ ഖുർആനിൽ നിന്ന് അകന്നു മാറുന്നവർ, അതിനെ അഗണ്യകോടിയിലേക്ക് തള്ളുന്നവർ, അതിനെ പരിഗണിക്കാതിരിക്കുന്നവർ, അവരുടെ പാത പിഴച്ചതാണ്. അവർ പോകുന്നത് നാശത്തിലേക്കാണ്. അപ്പൊ മനുഷ്യന്റെ വിജയപരാജയങ്ങളെ നിർണയിക്കുന്ന ലൈലത്തുൽ ഖദ്ർ എന്ന രാത്രി, ആ രാത്രിയിലാണ് വിശുദ്ധ ഖുർആൻ വരുന്നത്. വിശുദ്ധ ഖുർആൻ ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുവരുന്നത്. ഈ കൊണ്ടുവരുന്ന ആ രാത്രിയിൽ, രാത്രിയുടെ സുരക്ഷതയെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. മലക്കുകൾ ഇതിന് അകമ്പടി സേവിക്കുന്നു എന്ന് മാത്രമല്ല, ആ മലക്കുകൾ ഇത് കൊണ്ടുവരുമ്പോൾ അതിനെന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ നിരീക്ഷിക്കുവാൻ വേണ്ടി സൈന്യ സമാനമായിട്ടുള്ള ഒരുക്കങ്ങളാണ് ആകാശലോകത്തുള്ളത്. അന്ന് ആകാശലോകത്തേക്ക് ആർക്കും ചെല്ലാൻ കഴിയുകയില്ല. ചെല്ലുകയാണെങ്കിൽ അഗ്നി കൊണ്ടവരെ നശിപ്പിക്കും. അതിനൊരുങ്ങി നിൽക്കുന്ന സന്നദ്ധ ഭടന്മാർ ഇരുപാർശ്വങ്ങളിലും നിന്നുകൊണ്ടാണ് ആകാശത്ത് നിന്ന് വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നത്. ഇത് ഇറങ്ങിയിട്ട് എവിടെയാണ് എത്തുന്നത്? ഇത് ഇറങ്ങിയിട്ടെത്തുന്നത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖൽബിലേക്കാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൽബിലേക്കാണ് ഇത് ഇറങ്ങിയെത്തുന്നത്. ആ ഖൽബ് വളരെ വിശുദ്ധമായിട്ടുള്ള ഒരു ഖൽബാണ്, വിശുദ്ധമായിട്ടുള്ള ഒരു ഹൃദയമാണ്. ലഭ്യമായിട്ടുള്ള ഒരു റിപ്പോർട്ട് ശരിയാണെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ മലക്കുകൾ വന്ന് കീറി മുറിച്ച് അതിൽ നിന്ന് ഒരു സാധനം എടുത്ത് പുറത്തു വെച്ച് വെള്ളത്തുണി കൊണ്ട് തുടച്ച്, സംസം വെള്ളം കൊണ്ട് കഴുകി വെള്ളത്തുണി കൊണ്ട് തുടച്ച് വെച്ചിട്ടുള്ള ഒരു ഹൃദയമാണത്. വിശുദ്ധമാക്കപ്പെട്ട ഒരു ഹൃദയമാണത്. ആ ഹൃദയത്തിലേക്കാണ് വരുന്നത്. ആ ഹൃദയം അത് സ്വീകരിക്കുകയാണ്. സ്വീകരിക്കുന്നത് വളരെ താല്പര്യത്തോടുകൂടി സ്വീകരിക്കുകയാണ്. സ്വീകരിക്കുന്ന സമയത്ത് റസൂലിന് സംശയമുണ്ടാവുകയാണ്, ഇത് മറന്നുപോകുമോ, ഇതിൽ നിന്ന് വാക്കുകൾ വിട്ടുപോകുമോ, അതിലുള്ളതല്ലാത്ത ഏതെങ്കിലും വാക്കുകൾ അതിൽ വന്നു ചേരുമോ? നബി ബേജാറാവുകയാണോ, വിഷമിക്കുകയാണോ? ജിബ്രീൽ അലൈഹിസ്സലാം ചൊല്ലിക്കൊടുക്കുന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ധൃതി പിടിച്ച് ഏറ്റുചൊല്ലുകയാണ്. ലാ തുഹർരിക് ബിഹി ലിസാനക് ലിതഅജല ബിഹി ഇന്ന അലൈനാ ജംഅഹു വ ഖുർആന. വേണ്ട, അത്ര ധൃതിപ്പെടണ്ട. ഇത് നാം അറേഞ്ച് ചെയ്തൊരു സംവിധാനമാണ്. ഇതിൽ നിന്നൊരു വാക്ക് പോലും വിട്ടുപോവുകയില്ല. ഇതിലില്ലാത്ത ഒരു വാക്കും ഉള്ളിൽ ചെന്നു ചേരുകയില്ല.
അതിൻ്റെ വിശുദ്ധിയോടുകൂടി താങ്കളുടെ ഹൃദയത്തിൽ അത് നിലനിൽക്കും. എന്നിട്ട് റസൂലിൻ്റെ ഹൃദയത്തിൽ നിന്ന് പിന്നീട് എങ്ങോട്ടാണ് ഇത് നീങ്ങുന്നത്? റസൂലിൻ്റെ ഹൃദയത്തിൽ നിന്ന് പിന്നീട് ഇത് നീങ്ങുന്നത് സഹാബികളുടെ ഹൃദയത്തിലേക്കാണ്. ആയിരക്കണക്കിന് സഹാബികളുടെ ഹൃദയത്തിലേക്ക്, ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് ഒഴുകുന്ന ഒരു വചന വീചിയാണ് യഥാർത്ഥത്തിൽ ഖുർആൻ എന്ന് പറയുന്നത്. കാണാപ്പാഠം പഠിച്ചവർ റസൂലിനെ ചൊല്ലിക്കേൽപ്പിക്കുമായിരുന്നു. ഓലകളിലും ഇലകളിലും കല്ലുകളിലും എല്ലുകളിലും എഴുതി വച്ചിരുന്ന ആളുകൾ അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒത്തു വായിച്ച് കേൾപ്പിച്ചിരുന്നു. അങ്ങനെ ഒരു തരത്തിലുള്ള അബദ്ധത്തിനും സാധ്യതയില്ലാതെ ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് ഒഴുകി പരന്ന ഒരു ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് പറയുന്നത്. ആ ഖുർആൻ അല്ലാഹു പറയുന്നു, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. നാമാണ് ഖുർആൻ ഇറക്കിയത്, നമ്മൾ അതിനെ സുരക്ഷിതമായി നിലനിർത്തും. ഇഫ്ള് എന്ന വാക്കിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് സുരക്ഷിതത്വം എന്ന അർത്ഥമാണ്, മറ്റൊന്ന് മനപ്പാഠമാക്കുക എന്ന അർത്ഥമാണ്. ഖുർആനിന്റെ സുരക്ഷിതത്വം മനപ്പാഠമാക്കലിലാണ്. ഖുർആനിന്റെ ഹിഫ്ളിലാണ്. ഖുർആനിന്റെ ഹിഫ്ളിലാണ്. ജനഹൃദയങ്ങളിലാണ് അത് ഉൾക്കൊള്ളേണ്ടത്. ജനഹൃദയങ്ങളാണ് അത് ഹൃദിസ്ഥമാക്കേണ്ടത്. കല്ലും എല്ലും തോലും ഇലയും താളിയോല ഗ്രന്ഥങ്ങളും പ്രിന്റഡ് എഡിഷനും സിഡിയും കേസറ്റും സെർവറും നെറ്റും സൈബർ ലോകവും എല്ലാം വിനിമയത്തിൻ്റെ സാങ്കേതിക വിദ്യകളാണ്. ആ സാങ്കേതിക വിദ്യകളിലെല്ലാം ഖുർആനുണ്ട്, ഉണ്ടാകണം. പക്ഷേ ആ സാങ്കേതിക വിദ്യകളിൽ മാത്രമല്ല, മറിച്ച് നമ്മുടെ ഹൃദയങ്ങളിൽ ഖുർആൻ ഉണ്ടാകണം. ഖുർആൻ മനപ്പാഠമാക്കണം. അത് നമ്മുടെ ഒരു ബാധ്യതയാണ്. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സഹാബികളാണ് മനപ്പാഠമാക്കിയത്. പിന്നീട് താബികളിൽ നിന്ന് താബികളിലേക്ക്, അവരുടെ പിന്മറക്കാരിലേക്ക് തുടർന്നു വരുന്ന ഹിഫ്ളിൻ്റെതായ ഒരു ശൃംഖലയാണ്, ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ശൃംഖലയാണ് ഖുർആനിൻ്റെ ഒഴുക്ക് എന്ന് പറയുന്നത്. അതിലെ ഒരു കണ്ണി മാത്രമാണ് നാം. സലഫുകളിൽ നിന്ന് സ്വീകരിക്കുകയും ഖലഫുകളിലേക്ക് കൊടുക്കുകയും ചെയ്യുന്ന ഒരു കണ്ണി മാത്രമാണ് നാം. നമ്മുടെ പഴയ തലമുറയിൽ നിന്ന് സ്വീകരിച്ചു, നമ്മളതിനെ ഉൾക്കൊണ്ടു, ജീവിതത്തിൽ പകർത്താൻ ശ്രമിച്ചു. ഇനി നമ്മുടെ അടുത്ത തലമുറയിലേക്കും അത് കൈമാറണം. നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് അവരുടെ ഹൃദയങ്ങളിലേക്ക് കൈമാറണം. റമദാൻ വരികയാണ്. റമദാൻ വായനയുടെ മാസമാണ്, ഖുർആൻ പാരായണത്തിൻ്റെ മാസമാണ്. തിലാവത്തുൽ ഖുർആൻ എന്നൊരു പ്രയോഗമുണ്ട്. വളരെ മനോഹരമായ ഒരു പ്രയോഗമാണ് തിലാവത്തുൽ ഖുർആൻ എന്ന് പറയുന്നത്. ഉത്ലു മാ ഊഹിയ ഇലൈക മിർ റബ്ബിക്. നിന്റെ നാഥനിൽ നിന്ന് നിനക്ക് വഴി ലഭിച്ചത് നീ പാരായണം ചെയ്യുക, നീ തിലാവത്ത് നടത്തുക. പക്ഷെ തിലാവത്തിൻ്റെ അർത്ഥം കേവലമായിട്ടുള്ള പാരായണം എന്നല്ല. തലാ യത്ലു എന്ന അറബി വാക്കിൻ്റെ അർത്ഥം അനുധാവനം ചെയ്യുക എന്നതാണ്. ഖുർആനിനെ അനുധാവനം ചെയ്യുക. എന്തുകൊണ്ടാണ് വായനക്ക് തിലാവത്ത് എന്ന് പറയുന്നത്? അക്ഷരങ്ങളെ നമ്മുടെ കണ്ണുകൾ അനുധാവനം ചെയ്യുന്നു. അക്ഷരങ്ങളെ നമ്മുടെ കണ്ണുകൾ അനുധാവനം ചെയ്യുന്നു. അതുകൊണ്ടാണ് തിലാവത്ത് എന്ന് പറയുന്നത്. ആ കണ്ണുകളെ നമ്മുടെ ചുണ്ടുകൾ അനുധാവനം ചെയ്യുന്നു. അതാണ് തിലാവത്ത് എന്ന് പറയുന്നത്, അനുധാവനം ചെയ്യുന്നത് എന്ന് പറയുന്നത്. ആ ചുണ്ടുകളെ, നമ്മുടെ ചുണ്ടുകളെ നമ്മുടെ മസ്തിഷ്കം അനുധാവനം ചെയ്യുന്നു. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? നമ്മുടെ മസ്തിഷ്കങ്ങളോടാണ് ഖുർആൻ സംവദിക്കുന്നത്. അപ്പോ നമ്മുടെ ചുണ്ടുകളെ നമ്മുടെ മസ്തിഷ്കം അനുധാവനം ചെയ്യുന്നു.
പക്ഷെ മസ്തിഷ്കം മാത്രമല്ല അനുധാവനം ചെയ്യുന്നത്, മറിച്ച് നമ്മുടെ മസ്തിഷ്കങ്ങളെ നമ്മുടെ ഹൃദയം അനുധാവനം ചെയ്യുന്നു. നമ്മുടെ മസ്തിഷ്കങ്ങളെ നമ്മുടെ ഹൃദയം അനുധാവനം ചെയ്യുന്നു. എങ്ങനെയാണ് അനുധാവനം ചെയ്യുന്നത്? അല്ലാഹുവിൻ്റെ വചനം ഓതിക്കൽപ്പിക്കപ്പെടുമ്പോൾ വജിലത്ത് ഖുലൂബുഹും, വജിലത്ത് ഖുലൂബുഹും, നമ്മുടെ ഹൃദയങ്ങൾ ഇങ്ങനെ പ്രകമ്പനം കൊള്ളുകയാണ്, ഇടറുകയാണ്, അതിങ്ങനെ ചഞ്ചലചിത്തരായി തീരുകയാണ്. നാം ഖുർആൻ വായിക്കുന്ന സമയത്ത് അതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ ഹൃദയം ചഞ്ചലചിത്തമായി മാറുന്നു എന്നാണ് അല്ലാഹു സൂചിപ്പിക്കുന്നത്. മാത്രല്ല, ഇത് പാരായണം ചെയ്യുന്ന സമയത്ത്, പാരായണം ചെയ്യുന്ന ഇത് കേൾക്കുന്ന സമയത്ത് കണ്ണിന്ന് കണ്ണുനീരിങ്ങനെ വരികയാണ്, കണ്ണിന്ന് കണ്ണുനീരിങ്ങനെ വരികയാണ്. ആലോചിച്ചിട്ട്, അള്ളാഹുവിനെ കുറിച്ച് ആലോചിച്ചിട്ട്, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ട്, സ്വർഗത്തെ കുറിച്ച് ആലോചിച്ചിട്ട്, നരകത്തെ കുറിച്ച് ആലോചിച്ചിട്ട്, മുൻകഴിഞ്ഞ തലമുറകളെ അധമ മാർഗങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ട്, അവരനുഭവിച്ചിട്ടുള്ള ശിക്ഷകളെ കുറിച്ച് ആലോചിച്ചിട്ട്, മനുഷ്യൻ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ട് നമ്മുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് കണ്ടു വരികയാണ്. കണ്ണുനീരൊലിക്കുകയാണ്. മാത്രമല്ല, നമ്മുടെ ശരീരത്തിലെ തൊലികളടക്കം ഇളമിച്ചു പോവുകയാണ്, മൃദുലമായി പോവുകയാണ്. നമ്മുടെ ഹൃദയങ്ങളും തൊലികളും ഇളമിച്ചിട്ട് നമുക്ക് നമ്മുടെ ശരീരത്തിന് തന്നെ മറ്റൊരവസ്ഥ വന്ന് ചേരുകയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അപ്പൊ അക്ഷരങ്ങളെ കണ്ണുകൾ അനുധാവനം ചെയ്യുന്നു, കണ്ണുകളെ ഹൃദയം മസ്തിഷ്കം അനുധാവനം ചെയ്യുന്നു, മസ്തിഷ്കത്തെ ഹൃദയം അനുധാവനം ചെയ്യുന്നു, ഹൃദയത്തെ തൊലികൾ അനുധാവനം ചെയ്യുന്നു, തൊലികളെ കണ്ണുകൾ അനുധാവനം ചെയ്യുന്നു. എന്നിട്ട് അവസാനം ചില സന്ദർഭങ്ങളിൽ നമ്മൾ ശരീരമൊന്നടങ്കം ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് അല്ലാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ സുജൂദിൽ വീണു പോവുകയാണ്. ഇതാണ് തിലാവത്തി എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ആശയം. നിങ്ങൾ ധാരാളമായി റമദാനിൽ ഖുർആൻ പാരായണം ചെയ്യുമല്ലോ. ആ ചെയ്യുന്ന സമയത്ത് നിങ്ങളൊന്ന് ആലോചിക്കണം, നിങ്ങളുടെ തിലാവത്ത് ഈ തിലാവത്തിൻ്റെ പരിധിയിൽ പെടുമോ? ഈ തിലാവത്തിലേക്ക് ഉയർത്തുവാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് നിങ്ങൾക്ക് ആലോചിക്കാൻ കഴിയണം. അങ്ങനെ കഴിയണമെങ്കിൽ ഖുർആൻ ഓതിയാൽ മാത്രം പോരാ, അതിൻ്റെ അർത്ഥം അറിയണം, അത് മനസ്സിലാക്കണം. മനസ്സിലാക്കിക്കൊണ്ട് മനസ്സിലിരുത്തിക്കൊണ്ട് ഓതണം. അത് നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ തൊലിയിലും നിങ്ങളുടെ കണ്ണിലും നിങ്ങളുടെ മുഖത്തും നിങ്ങളുടെ വികാരങ്ങളിലും നിങ്ങളുടെ വിചാരങ്ങളിലും മാറ്റമുണ്ടാക്കണം. ഇതാണ് തിലാവത്തുൽ ഖുർആൻ എന്ന് പറയുന്നത്. ഇതാണ് തിലാവത്തുൽ ഖുർആൻ. ഈ ഖുർആനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്താണ് ഖുർആൻ? ഖുർആൻ ഒരു വെല്ലുവിളിയൊക്കെ നടത്തുന്നുണ്ട്. വെല്ലുവിളി എന്താണ്? നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഒരു ഖുർആൻ കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ളതാണ് ഖുർആനിൻ്റെ വെല്ലുവിളി. ഈ വെല്ലുവിളിയും വളരെ ഉചിതമായ വെല്ലുവിളിയാണ്. കിണറിൽ ഇറങ്ങുന്ന ആളോട് മരത്തിൽ കയറി കാണിക്കാമോ എന്ന് ചോദിക്കുന്നത് വെല്ലുവിളിയല്ല. മരത്തിൽ കയറുന്ന ഒരാളോട് കിണറിൽ ഇറങ്ങി കാണിക്കാമോ എന്നതൊരു വെല്ലുവിളിയല്ല. മല കയറുന്ന ആളുകളോട് നീന്തി കാണിക്കാമോ എന്ന് ചോദിക്കുന്നത് വെല്ലുവിളിയല്ല. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ സാഹിത്യ സമ്രാട്ടുകളായ മനോഹരമായ കവിതകൾ എഴുതി കഅബയുടെ കില്ലയിൽ കെട്ടിത്തൂക്കിയിരുന്ന മുഅല്ലഖാത്ത് രചിച്ചിരുന്ന ആളുകളോട് ആണ് പറയുന്നത്, ഇതുപോലുള്ള ഒരു ഗ്രന്ഥം നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ള ചോദ്യം. ആ വെല്ലുവിളി ഇന്നും നിലനിർത്തുകയാണ്. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുകയാണ്. ആ വെല്ലുവിളി നാളെയും നിലനിൽക്കും. ആദ്യം പറയുന്നു, ഖുൽ ലഇൻ ഇജ്തമഅത്തിൽ ഇൻസു വൽ ജിന്നു അലാ അൻ യഅ്തു ബിമിസ്ലി ഹാദൽ ഖുർആൻ ലാ യഅ്തൂന ബിമിസ്ലിഹി.
മനുഷ്യരും ജിന്നും എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയാലും ഇതുപോലെ ഒരു ഗ്രന്ഥം നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുകയില്ല. ഇതുപോലെ ഒരു ഖുർആൻ കൊണ്ടുവരാൻ കഴിയുകയില്ല. വെല്ലുവിളി കുറച്ചുകൂടി ധൈര്യസമേതം ആവർത്തിക്കുന്നു, കുറച്ചുകൂടി ടാസ്ക് കുറച്ചുകൊണ്ട് ആവർത്തിക്കുന്നു. وَإِن كُنتُمْ فِي رَيْبٍ مِّمَّا نَزَّلْنَا عَلَى عَبْدِنَا فَأْتُوا بِسُورَةٍ مِّن مِّثْلِهِ وَادْعُوا شُهَدَاءَكُم مِّن دُونِ اللَّهِ إِن كُنتُمْ صَادِقِينَ. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഇതുപോലെയുള്ള ഒരു സൂറത്ത് കൊണ്ടുവരൂ എന്നുള്ള വെല്ലുവിളിയുണ്ട്. അതിനിടയ്ക്ക് ഒരു 10 സൂറത്ത് കൊണ്ടുവരൂ എന്ന വെല്ലുവിളിയുണ്ട്. ഒരു സൂറത്ത് കൊണ്ടുവരൂ എന്ന വെല്ലുവിളിയുണ്ട്. ആരോടാണ് വെല്ലുവിളിക്കുന്നത്? സാഹിത്യ സാമ്രാട്ടുകളോടാണ് വെല്ലുവിളിക്കുന്നത്. ഈ വെല്ലുവിളിയുടെ അർത്ഥം എന്താണ്? ഈ വെല്ലുവിളിയുടെ അർത്ഥം ഒരിക്കലും അറബി ഭാഷയിൽ ഇത്ര നല്ല ഒരു ഗ്രന്ഥം രചിക്കാൻ കഴിയില്ല എന്നത് മാത്രമല്ല, അതിന് 3-4 കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമത്തേത് ഭാഷ തന്നെയാണ്. ഖുർആനിന്റെ ഭാഷ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓരോ വചനങ്ങളിലും ഏറ്റവും നല്ല വാക്കുകൾ തിരഞ്ഞെടുത്ത് അത് ചെത്തി മിനുക്കി ഒരു ഹാരത്തിൽ പുഷ്പങ്ങൾ എങ്ങനെയാണോ അടുക്കടുക്കായി വെക്കുന്നത്, മാല കോർത്ത് വെക്കുന്നത്, അതുപോലെ ഖുർആനിലെ വചനങ്ങൾ വാക്കുകൾ അടുക്കടുക്കായി വെച്ചിരിക്കുകയാണ്. ഖുർആൻ ഇറങ്ങിയ സന്ദർഭത്തിൽ അറബി ഭാഷയുടെ സാഹിത്യത്തിന്റെ മാനദണ്ഡമായിരുന്നു ഖുർആൻ. 15 നൂറ്റാണ്ട് ഏതാണ്ട് പിന്നിടാൻ പോകുന്നു. ഈ കഴിഞ്ഞ 14.5 നൂറ്റാണ്ടിലും വിശുദ്ധ ഖുർആൻ തന്നെയാണ് അറബി ഭാഷയുടെ നന്മയുടെ മാനദണ്ഡം. ഖുർആനിലെ ഏതെങ്കിലും ഒരു വാചകം എടുത്തിട്ട് ആ വാചകത്തിൽ അവിടെ ആ പദം വെച്ചതിന് പകരം ഈ പദം വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറയാൻ ഒരാൾക്കും സാധ്യമല്ലാത്ത വിധം അറബി ഭാഷയുടെ ഒരു നട്ടെല്ലായി യഥാർത്ഥത്തിൽ ഖുർആൻ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ 14.5 നൂറ്റാണ്ട് കാലം അറബി ഭാഷ ഖുർആനിനെ നിലനിർത്തുകയായിരുന്നില്ല, മറിച്ച് ഖുർആൻ അറബി ഭാഷയെ നിലനിർത്തുകയായിരുന്നു. 14.5 നൂറ്റാണ്ട് മുമ്പുള്ള ഭാഷകൾ നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കൂ. ആ ഭാഷകളിൽ എന്തുമാത്രം വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. പല ഭാഷകളും മരിച്ചുപോയിട്ടുണ്ട്. ഇന്നതിൻ്റെ ഊരും പേരും നോക്കിയാൽ വരെ കാണാൻ കഴിയുകയില്ല. വേദഗ്രന്ഥങ്ങളുടെ ഭാഷയാകട്ടെ ലോകത്ത് ആളുകൾ സംസാരിക്കുന്ന ഭാഷയല്ലാതെയായി തീർന്നിരിക്കുന്നു. എന്നാൽ ഖുർആൻ അങ്ങനെയാണോ? ഖുർആൻ അറബി ഭാഷ ഖുർആനെ നിലനിർത്തുകയല്ല, ഖുർആൻ അറബി ഭാഷയെ നിലനിർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അറബി ഭാഷ ലോകത്തുള്ള എല്ലാ വാക്കുകളും സ്വീകരിക്കുന്നുണ്ട്. പേർഷ്യക്കാരുമായി ചേർന്നപ്പോൾ പേർഷ്യൻ ഭാഷയെ സ്വീകരിച്ചിട്ടുണ്ട്. റോമാക്കാരുമായി ചേർന്നപ്പോൾ റോമാക്കാരുടെ ഭാഷയിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് വികസിച്ചു വന്നപ്പോൾ ഇംഗ്ലീഷിൽ നിന്ന് വാക്കുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഇംഗ്ലീഷിൽ നിന്ന് വാക്കുകൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു. ഗൾഫ് പോയിട്ടുള്ള ആളുകൾക്കറിയാം, ഇംഗ്ലീഷിൽ നിന്ന് ഒരുപാട് വാക്കുകൾ സ്വീകരിച്ച് അവർ അറബിയാക്കി മാറ്റിയിരിക്കുന്നു. ഉദാഹരണം, പഞ്ചറായി, ടയർ പഞ്ചറായി എന്ന് പറയും. ഇംഗ്ലീഷ് വാക്കാണത്. പക്ഷേ അറബികൾ അതിന് ബൻഷറ എന്ന വാക്കാണ് ഉപയോഗിക്കുക. ബൻഷറ, ആ ഒരു വാക്ക് മാത്രമല്ല, ബൻഷറ യുബൻഷിറു തബൻസുരം ഫൗവ മുബൻഷിറുൻ എന്നൊക്കെ പറഞ്ഞിട്ട് അത് അങ്ങോട്ട് സർഫാക്കി കളയും. കാരണം ഒരു വാക്കിനെ സ്വീകരിച്ച് അറബിവൽക്കരിക്കുകയാണ്. അതായത് നാഗരികതയുടെ വികാസത്തിനനുസരിച്ച് അറബി ഭാഷ വികസിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഒരു കപ്പൽ നങ്കൂരമിട്ടാൽ എങ്ങനെയാണോ അതുപോലെ ഖുർആൻ ആ ഭാഷയുടെ നങ്കൂരമായി നിലനിൽക്കുകയാണ്. ആ ഭാഷയുടെ അതിൻ്റെ ഉള്ളിൽ നിന്ന് തെറ്റാൻ, ചക്കിൽ നിന്ന് തെറ്റാൻ ഖുർആൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് മനോഹരമായ ഒരു കാഴ്ചപ്പാടാണ്. രണ്ടാമത്, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, വിശുദ്ധ ഖുർആൻ എന്താണ് ചെയ്തത്? വിശുദ്ധ ഖുർആൻ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിൽ നിന്ന് 10,000-കണക്കായ സഹാബികളുടെ ഹൃദയങ്ങളിലേക്ക് പ്രസരിപ്പിക്കുക ചെയ്തത്. പക്ഷേ ആ പ്രസരണം അവരുടെ ഹൃദയങ്ങളിൽ മാത്രം നിന്നില്ല. അവരുടെ ചിന്താഗതിയെ മാറ്റി, അവരുടെ വികാരങ്ങളെ മാറ്റി, അവരുടെ ജീവിത രീതിയെ മാറ്റി, അവരുടെ പെരുമാറ്റ രീതിയെ മാറ്റി, അവരുടെ സംസ്കാരത്തെ മാറ്റി, അവരുടെ നാഗരികതയുടെ മാറ്റി, അവരുടെ രാഷ്ട്ര സംവിധാനങ്ങളെ മാറ്റി, രാഷ്ട്രസങ്കല്പങ്ങളെ മാറ്റി. അങ്ങനെ ഖുർആൻ ഹൃദയത്തിൽ ചെന്ന് ഒരു മനുഷ്യകുലത്തെ സൃഷ്ടിച്ചു. മുസ്ലിങ്ങൾ എന്ന ഒരു മനുഷ്യകുലത്തെ സൃഷ്ടിച്ചു. ഒട്ടകത്തിന്റെ കടിഞ്ഞാൺ പിടിച്ച് കീഴ്പോട്ട് മാത്രം നോക്കി നടന്നിരുന്ന ഒരു ജനവിഭാഗം. അവനോട് പറയാണ്, അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇലൽ സമാഇ കൈഫ റുഫിഅത് വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർളി കൈഫ സുതിഹത്. നോക്കുന്നില്ലടാ, അതിന്റെ മുതുകത്തിരുന്ന് ഇങ്ങനെ പോയാ മതിയോ? അതെങ്ങനെയാണ് സൃഷ്ടിച്ചത് എന്ന് നോക്കുന്നില്ലേ? അതിന്റെ സവിശേഷതകൾ എന്തെന്ന് നോക്കുന്നില്ലേ? അള്ളാഹു എങ്ങനെയാണ് ഈ രൂപം അതിന് നൽകിയത് എന്ന് ചിന്തിക്കുന്നില്ലേ? എന്തിനാണ് നൽകിയത് എന്ന് ചിന്തിക്കുന്നില്ലേ? ആകാശത്തെ നോക്കുന്നില്ലേ? എങ്ങനെയാണ് അത് അവിടെ കാണപ്പെടുന്നത്? പർവ്വതത്തിലേക്ക് നോക്കുന്നില്ലേ? അത് നാട്ടപ്പെട്ടതുപോലെ നിൽക്കുന്നുണ്ടല്ലോ, അതെങ്ങനെയാണ്? ഭൂമിയിലേക്ക് നോക്കുന്നില്ലേ? അതിങ്ങനെ പരന്നതായി കാണപ്പെടുന്നുണ്ടല്ലോ, അതെങ്ങനെയാണ്? ചിന്തിക്കൂ, ആലോചിക്കൂ. അഫലാ തഅഖിലൂൻ അഫലാ തശ്ഉറൂൻ അഫലാ തഅലമൂൻ അഫലാ തതബക്കറൂൻ അഫലാ തതദബ്ബറൂൻ. നിങ്ങൾ ആലോചിക്കുന്നില്ലേ? നിങ്ങൾക്ക് ചിന്തയില്ലേ? നിങ്ങൾക്ക് മൂളയില്ലേ? എന്താണോ പരിചിതനം ചെയ്താൽ എന്ന് പറഞ്ഞ് ഈ ഗ്രാമീണനായ അറബിയുടെ തലമണ്ട കടിച്ച് പ്രകോപിച്ച് പ്രൊവോക്കേറ്റ് ചെയ്ത് അവനെ ഉണർത്തി വളർത്തി ഒരു നാഗരികതയുടെയും സംസ്കാരത്തിൻ്റെയും ഉടമയാക്കി മാറ്റുന്നു. ഇതാണ് ഖുർആന്റെ സ്വാധീനം. അതുകൊണ്ടാണ് മൈക്കിൾ എച്ച് ഹട്ട് എന്ന് പറയുന്ന ചരിത്രകാരൻ, ചരിത്രത്തെ കുറിച്ച് പഠിച്ചയാൾ, ലോകത്തെ ഏറ്റവും സ്വാധീനം ചെലുത്തിയ വ്യക്തി ആര് എന്ന ചോദ്യത്തിന് പ്രവാചകൻ എന്ന മറുപടി പറഞ്ഞത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ എന്ന ഈ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് സംസ്കാരങ്ങളെ മാറ്റിയത്, നാഗരികതകളെ മാറ്റിയത്? മനുഷ്യകുലത്തെ തന്നെ അബദ്ധസഞ്ചാരം നടത്തുന്ന മനുഷ്യ നദിയെ തടഞ്ഞു നിർത്തി ശരിയായ പന്ഥാവിലേക്ക് തിരിച്ചുവിട്ടത് എങ്ങനെയെന്ന് പ്രവാചകനെ കൊണ്ടുപിടിക്കണം. പ്രവാചകനാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ പ്രാക്ടീസ് ചെയ്ത് കാണിച്ചു കൊടുത്ത ആൾ. പ്രവാചകന്റെ വ്യക്തിജീവിതം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമൂഹ്യ ജീവിതം, കുടുംബ ജീവിതം ഖുർആനായിരുന്നു. സിംപ്ലി, വളരെ ലളിതമായി ആളുകൾ ചോദിച്ചു, റസൂലിന്റെ സ്വഭാവം എങ്ങനെയുണ്ടായിരുന്നു? അതിനുള്ള മറുപടി കാന ഖുലുഖുഹു ഖുർആൻ. അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഖുർആനായിരുന്നു. വേറെ നരേറ്റീവ് ഒന്നും ആവശ്യമില്ല, വേറെ ഡിസ്ക്രിപ്ഷൻ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. വളരെ വിശദമായി ഖുർആനിലുണ്ട്. ഖുർആനിന്റെ പ്രാക്ടിക്കലി നിങ്ങൾ തിയറിക്കലി നോക്കൂ, അതിൻ്റെ പ്രാക്ടീസാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രത്തെ ഏറ്റവും സ്വാധീനം ചെലുത്തിയ വ്യക്തിയായി മാറുന്നത് ഈ ഖുർആൻ ഉപയോഗിച്ചുകൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെയൊരു ഗ്രന്ഥം ഈ ഭൂമിയിൽ എവിടെയാണുള്ളത്? ഇനി വിശുദ്ധ ഖുർആന്റെ വിഷയ സമുച്ചയത്തെ നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കൂ. എന്തൊക്കെയാ ഖുർആനിൽ പറയുന്നത്? ഈ പ്രപഞ്ചത്തെക്കുറിച്ച്, പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച്, പ്രപഞ്ചത്തിൻ്റെ വളർച്ചയെക്കുറിച്ച്, ആകാശങ്ങളെക്കുറിച്ച്, ഭൂമിയെക്കുറിച്ച്, നക്ഷത്രങ്ങളെക്കുറിച്ച്, മഴയെക്കുറിച്ച്, വെയിലിനെക്കുറിച്ച് ഒക്കെ പറയുന്നുണ്ട്. ജന്തുജാലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, മനുഷ്യനെക്കുറിച്ച് പറയുന്നുണ്ട്. മനുഷ്യൻ ആദ്യം എങ്ങനെയായിരുന്നു എന്നതിനെക്കുറിച്ച്, എങ്ങനെയാണ് ഭൂമിയിലേക്ക് വന്നത് എന്നതിനെക്കുറിച്ച്, കുടുംബമായി അവൻ എങ്ങനെ ജീവിച്ചു എന്നതിനെക്കുറിച്ച്, അവനിൽ എങ്ങനെ നാഗരികത വളർന്നു എന്നതിനെക്കുറിച്ച്, എങ്ങനെ സംസ്കാരം വളർന്നു എന്നതിനെക്കുറിച്ച്, കഴിഞ്ഞുപോയ സംസ്കാരങ്ങളുടെ ഉത്ഥാന പതനങ്ങളെക്കുറിച്ച്, ഉത്ഥാനങ്ങളുടെ കാരണങ്ങളെക്കുറിച്ച്, പതനങ്ങളുടെ കാരണങ്ങളെക്കുറിച്ച്, ഇനിയുള്ള സംസ്കാരങ്ങൾ തകരാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ച്, ഇനി ഈ ഭൂമിയും ലോകവും എങ്ങോട്ട് പോകുമെന്നതിനെക്കുറിച്ച്
ലോകാവസാനത്തെക്കുറിച്ച്, ലോകാവസാനത്തിന് ശേഷമുള്ള ലോകത്തെക്കുറിച്ച് അതിൽ പറയുന്നുണ്ട്. ഓരോ മനുഷ്യനെക്കുറിച്ച്, അവൻ്റെ ഉത്ഭവത്തെക്കുറിച്ച്, അവൻ്റെ വളർച്ചയെക്കുറിച്ച്, അവൻ്റെ ശൈശവത്തെക്കുറിച്ച്, കൗമാരത്തെക്കുറിച്ച്, യുവത്വത്തെക്കുറിച്ച്, വാർദ്ധക്യത്തെക്കുറിച്ച്, വാർദ്ധക്യത്തിന് ശേഷം വീണ്ടും കുട്ടിത്തം തിരിച്ചു വരുന്നതിനെക്കുറിച്ച്, അവൻ്റെ നന്മയെക്കുറിച്ച്, തിന്മയെക്കുറിച്ച്, വിചാരണയെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച് എല്ലാം പറയുന്നുണ്ട്. അങ്ങനെ കലാ, സംസ്കാരം, ജീവിത രീതി, രാഷ്ട്രീയം, കവിത, കഥ തുടങ്ങി എല്ലാ വിഷയങ്ങളെക്കുറിച്ചുമുള്ള പരാമർശം കാണാൻ കഴിയും. ആ പരാമർശമാകട്ടെ ക്രമാനുഗതികത്വത്തോടുകൂടി എന്ന് നമുക്ക് തോന്നാവുന്ന രൂപത്തിലല്ല പറയുന്നത്. അതിനൊരു താളമുണ്ട്, ആ താളത്തിനനുസരിച്ചാണ് പറയുന്നത്. അതാണ്, അതിൻ്റെതായ ഒരു ക്രമമുണ്ട്, സുന്ദരമായിട്ടുള്ള ഒരു ക്രമം. ആകാശത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ ഭൂമിയെക്കുറിച്ച് സംസാരിക്കാം, ഭൂമിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ അതിലുള്ള സസ്യലതാദികളെക്കുറിച്ച് സംസാരിക്കാം. സസ്യലതാദികളെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഏകനായ പടച്ചവനെക്കുറിച്ച് പറയാം, പടച്ചവനെക്കുറിച്ച് പറഞ്ഞതോടൊപ്പം തന്നെ സ്വർഗത്തെക്കുറിച്ച് പറയാം. അങ്ങനെ ഒഴുകി പരന്നു പോകുന്ന, നമ്മുടെ ഹൃദയത്തിൻ്റെ സഞ്ചാരം പോലെ സഞ്ചരിച്ച് നീങ്ങുന്ന ഒരു വിശുദ്ധ ഖുർആനെ നമുക്ക് കാണാൻ കഴിയും. ഈ വിഷയ വൈവിധ്യങ്ങളുള്ളതോടൊപ്പം തന്നെ ആ വിഷയങ്ങളെ മുഴുവൻ കൂട്ടിക്കെട്ടുന്ന ഒരു ചരട് പോലെ, അരന്തർധാര പോലെ ഒരാശയം ഉള്ളിലൂടെ പോകുന്നതായി കാണാൻ കഴിയും. ഖുർആൻ സംസാരിക്കുന്നത് മനുഷ്യനോടാണ്, ഖുർആൻ സംസാരിക്കുന്നത് മനുഷ്യനെ കുറിച്ചാണ്, ആ മനുഷ്യൻ കാണുന്ന പ്രപഞ്ചത്തെക്കുറിച്ചാണ്, ആ മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹുവിനെ കുറിച്ചാണ്, ആ മനുഷ്യൻ പോകേണ്ട സ്വർഗത്തെക്കുറിച്ചാണ്, ആ മനുഷ്യൻ പോകേണ്ട നരകത്തെക്കുറിച്ചാണ്. ഖുർആൻ മനുഷ്യനെ കുറിച്ച് സംസാരിക്കുന്നു, ഖുർആൻ മനുഷ്യനോട് സംസാരിക്കുന്നു, ഖുർആൻ മനുഷ്യനെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി സംസാരിക്കുന്നു. പക്ഷേ ഓരോ സംസാരത്തിലും ഈ അന്തർധാര നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ ഒരു ഗ്രന്ഥമാണെന്ന് നിങ്ങൾ കരുതുക. ആ ഗ്രന്ഥവുമായി നിങ്ങൾ ഒരു ലൈബ്രറിയിൽ ചെല്ലുന്നു. നിങ്ങൾ ലൈബ്രറിയിലെ ഏത് അലമാറയിലാണ് ഇതിന് വെക്കുക? നിങ്ങൾക്ക് തോന്നും ചരിത്രത്തിൻ്റെ അലമാറയിൽ വെക്കണം, സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ അലമാറയിൽ വെക്കണം, സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ അലമാറയിൽ വെക്കണം, ഇതിനെ ഭൗതിക ശാസ്ത്രത്തിൻ്റെ അലമാറയിൽ വെക്കണം, ജീവശാസ്ത്രത്തിൻ്റെ അലമാറയിൽ വെക്കണം. എല്ലാ അലമാറയിലും വെക്കാൻ പറ്റുന്ന ഒരു ഗ്രന്ഥമാണ് ഖുർആൻ. കാരണം അതിൻ്റെയൊക്കെ ആശയങ്ങൾ ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. എന്നാൽ ഏതെങ്കിലും ഒരു അലമാറയിൽ വഴങ്ങുന്നതല്ല. ലൈബ്രറി സയൻസിൻ്റെ കാറ്റഗറികൾ, ക്ലാസിഫിക്കേഷനിൽ, ഓരോ ക്ലാസിഫിക്കേഷനിലും ഒരു കാറ്റഗറിയിലും ഒതുങ്ങുന്നതല്ല യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. ഇത്രമാത്രം വൈവിധ്യപൂർണമായ ആശയ സമുച്ചയമുള്ള ഒരു ഗ്രന്ഥം ഏതാണുള്ളത് എന്നാണ് ഖുർആൻ ചോദിക്കുന്നത്. വിശുദ്ധ ഖുർആൻ ഒരു ദിവസം കൊണ്ട് ഇറങ്ങിയതല്ല. മക്കയിൽ വന്നിട്ട് മാനവികമായ ചില മൂല്യങ്ങൾ സമർപ്പിക്കുന്നു, ദീർഘമായത് സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിലേക്ക് ആളുകൾ വരുന്നു, ആളുകൾ വരുന്നതിനനുസരിച്ച് അതിങ്ങനെ വികസിച്ചു വരുന്നു. മദീനയിൽ ചെന്നതിന് ശേഷം ഒരു സാമൂഹ്യ ഘടന പുനഃസ്ഥാപിക്കുന്നു. 10 കൊല്ലം അവിടെയും അതിങ്ങനെ വികസിച്ചു വരുന്നു. ആദ്യം തത്വങ്ങൾ, പിന്നെ പ്രയോഗം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, ആദ്യത്തെ വചനം ഇഖ്റ ബിസ്മിക റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം എന്ന ആദ്യത്തെ വചനം അവതരിപ്പിക്കുന്ന സന്ദർഭത്തിൽ തന്നെ അത് അവതരിപ്പിച്ച ആൾക്കറിയാം അവസാനത്തെ വാചകം എന്തായിരിക്കണമെന്ന്. കാരണം ഒരു വൈരുദ്ധ്യവും ഈ 23 കൊല്ലക്കാലം കൊണ്ടിറങ്ങിയ ഈ ഗ്രന്ഥത്തിൻ്റെ ആദ്യത്തിലും അവസാനത്തിലുമായി നിങ്ങൾക്ക് കാണാൻ കഴിയുകയില്ല. എല്ലാം ഒരൊറ്റ കോർവയിൽ കോർത്തിണക്കിയതുപോലെ ആ ആശയം നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ 23 കൊല്ലം കൊണ്ടിങ്ങനെ വാരിപ്പിടിച്ചെഴുതിയിട്ടുള്ള അല്ലെങ്കിൽ ഇറങ്ങിയിട്ടുള്ള ഈ സാധനം ഉണ്ടല്ലോ, ആ സാധനം
ആകെക്കൂടി ഒരു ഘടന എടുത്ത് പരിശോധിച്ചാലോ മനോഹരമായ ഒരു ഘടന. ആദ്യം സൂറത്തുൽ ഫാത്തിഹ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്നൊരു പ്രാർത്ഥന, പടച്ചോനെ നേരായ വഴി എനിക്ക് കാണിച്ചു തരണമേ എന്നൊരു പ്രാർത്ഥന. അടുത്ത പേജിൽ അതിന് മറുപടി, ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. അങ്ങനെ ആ ഹിദായത്ത് അല്ലാഹു തരുന്നു. ഇതാണ് ആ ഹിദായത്ത്, നിങ്ങൾ ചോദിച്ച ഹിദായത്ത് ഇതാ. എന്നിട്ട് അവസാനമോ ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നതി വന്നാസ്. എനിക്ക് കിട്ടി ബോധിച്ചു, ഞാനത് വായിച്ചു തീർത്തു. ഇനി എന്നെ തടസ്സപ്പെടുത്താൻ വരുന്ന, ഇതിനനുസരിച്ച് ജീവിക്കുന്നതിൽ നിന്ന് എന്നെ തടയാൻ വരുന്ന ഒരുപാട് പിശാചുക്കൾ ഉണ്ടാകും, ജിന്നുകളിൽ നിന്നും ഇൻസുകളിൽ നിന്നും. പടച്ചോനെ അതിൽ നിന്ന് രക്ഷ തേടണം എന്നവസാനിക്കുന്ന മനോഹരമായ ഒരു ഗ്രന്ഥരൂപമായി നമ്മുടെ മുമ്പാകെ വരികയാണ് ചെയ്യുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പ് അവരുടെ ഇടയിൽ ജീവിച്ചിരുന്നു. ഖുർആൻ ഇറങ്ങിയതിന് ശേഷവും അവരുടെ ഇടയിൽ തന്നെയാണ് ജീവിച്ചത്. അന്നൊക്കെ ഈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നുണ്ട്, ഹദീസുകളുടെ ഭാഷയുണ്ട്. പക്ഷെ ഖുർആൻ എന്ന് പറഞ്ഞ് അവതരിപ്പിക്കപ്പെട്ടുള്ള വചനങ്ങൾ മാത്രം ഒരു പ്രത്യേകമായ ശൈലിയിലാണ്, ഒരു പ്രത്യേകമായ ശൈലിയിൽ. എന്ത് മനോഹരമായ വചനങ്ങൾ! നബിയുടെ ഹദീസിലൊന്നും അങ്ങനെയുള്ള മനോഹരമായ ശൈലിയില്ലല്ലോ. ആശയങ്ങളുണ്ട്, ശൈലിയുണ്ട്. പക്ഷെ ഖുർആന്റെ ശൈലി വേറെ, ഹദീസിന്റെ ശൈലി വേറെയൊന്നും. ഒരൊറ്റ മനുഷ്യന്റെ നാവിൽ നിന്ന് 2 ചാനലുകൾ ഒഴുകുകയാണ്. ഖുർആൻ എന്ന ഒരു ചാനൽ പ്രത്യേക ഭാഷാ രീതിയോടുകൂടി, ഈണത്തോടുകൂടി പാരായണം ചെയ്യാൻ കഴിയുന്ന, ഹൃദയത്തിലേക്ക് ആഞ്ഞു തറക്കുന്ന ശില്പഭദ്രതയുള്ള ഒരു വചനം. എന്നാൽ നബിയുടെ സാധാരണ വാക്കുകളും. എങ്ങനെ ഒരു മനുഷ്യന് 23 കൊല്ലക്കാലം ഒരു നാവിൽ നിന്ന് 2 ചാനൽ ഒഴുക്കാൻ കഴിയുന്നു എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പോൾ നിങ്ങൾക്കറിയാം ഖുർആനിൻ്റെ അമാനുഷികത. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ ഖുർആൻ ഇറങ്ങിയിട്ടുണ്ട്. നബി ഉഹദിൽ പരിക്കേറ്റ് കിടക്കുന്ന സമയത്ത് ഖുർആൻ ഇറങ്ങിയിട്ടുണ്ട്. ഹിറാഗോയിൽ ഒറ്റക്ക് നിൽക്കുന്ന സമയത്ത് ഖുർആൻ ഇറങ്ങിയിട്ടുണ്ട്. യുദ്ധത്തിൽ പരാജയപ്പെട്ട് നിൽക്കുന്ന ഘട്ടത്തിൽ ഖുർആൻ ഇറങ്ങിയിട്ടുണ്ട്. വിജയശ്രീലാളിതരായി നിൽക്കുന്ന ഘട്ടത്തിൽ ഖുർആൻ ഇറങ്ങിയിട്ടുണ്ട്. ഒട്ടകത്തിൻ്റെ കുടൽമാല കഴുത്തിലിട്ട് സുജൂദിൽ നിന്നും നിവരാൻ കഴിയാത്ത സന്ദർഭത്തിൽ ഖുർആൻ ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ ഖുറൈശ് പ്രമുഖന്മാരെല്ലാം കഅബയുടെ മുറ്റത്ത് ഓച്ഛാനിച്ച് നിൽക്കുന്ന ഘട്ടത്തിൽ, വിജയശ്രീലാളിതനായി നിൽക്കുന്ന ഘട്ടത്തിൽ ഖുർആൻ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു ഖുർആൻ വചനമെടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഇതിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വികാരത്തിനടിമപ്പെട്ടു പോയി, റസൂലിൻ്റെ വ്യക്തിപരമായ ഒരു വിദ്വേഷം അതിൽ കളർന്നുപോയി, ഒരു ആഹ്ലാദം അതിൽ കളർന്നുപോയി, ഒരു ദുഃഖം അതിൽ കളർന്നുപോയി എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുകയില്ല. കാരണം ആ വചനങ്ങൾ അതിൻ്റെ ഗാംഭീര്യത്തോടുകൂടി ദൈവികമായിട്ടുള്ള വചനങ്ങളാണ് എന്നുള്ളതാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാനതിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ മുമ്പാകെ ചോദ്യം, അല്ലാഹ് ഇത്രയധികം പ്രാധാന്യം കൊടുത്ത ഒരു ഗ്രന്ഥം, ഇത്രയധികം സമൂഹത്തെ മാറ്റിമറിച്ച ഒരു ഗ്രന്ഥം, നമ്മൾ വളരെ സ്നേഹിക്കുന്ന, ചുംബിക്കുന്ന, നമ്മൾ ഉയരത്ത് മാത്രം വെക്കാൻ ഇഷ്ടപ്പെടുന്ന ഈ ഗ്രന്ഥം നമ്മൾ തുറന്നു നോക്കിയിട്ടുണ്ടോ? തുറന്നിട്ടുണ്ടെങ്കിൽ വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടെങ്കിൽ അർത്ഥം മനസ്സിലാക്കിയിട്ടുണ്ടോ? അർത്ഥം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ പകർത്തിയിട്ടുണ്ടോ? ആരെങ്കിലും അർത്ഥം പറയുമ്പോൾ അത് കേൾക്കുക പോലും വേണ്ട എന്നാണോ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് എന്ന മൗലികമായ ചോദ്യം അവിടെ നിൽക്കുകയാണ്. അല്ലാഹുവിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട്, പടച്ചോനെ, എൻ്റെ ഖൗമ് ഈ ഖുർആനിനെ ഒഴിവാക്കി കളഞ്ഞല്ലോ, അതുകൊണ്ടാണ് അവർക്ക് പരാജയമുണ്ടായത്, അതുകൊണ്ടാണ് അവർക്ക് ഇത്രമേൽ ആക്ഷേപങ്ങൾ കേൾക്കാൻ വേണ്ടി വരുന്നത്, അതുകൊണ്ടാണ് സമൂഹത്തിൽ അവർ വേണ്ടാത്തവരായി മാറിയിട്ടുള്ളത് എന്ന്
റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിതപിക്കുമ്പോൾ അങ്ങനെ പരിതപിക്കുന്നത് നമ്മെക്കുറിച്ചുകൂടിയാകുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയുന്നു, നമ്മൾ ഖുർആനുമായി ഇനിയും അടുക്കേണ്ടതുണ്ട്. ഇവിടെ പ്രസിഡന്റ് അമീൻ സാഹിബ് പറഞ്ഞു, ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്കും ഖുർആൻ പഠിക്കാൻ ഇന്ന തടസ്സമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് പറയാൻ ഒരു നിവൃത്തിയില്ല. ഏത് തരത്തിലുള്ള ക്ലാസ്സാണോ ആ ക്ലാസ്സിന് നിങ്ങൾക്ക് സൗകര്യം ചെയ്തു തരും. നിങ്ങളതിന് സന്നദ്ധമാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ ജീവിക്കുന്ന ഒരു സമൂഹമുണ്ടല്ലോ, ഈ സമൂഹത്തിൽ ഖുർആനിൻ്റെ സന്ദേശം ആവശ്യമുണ്ട്. ഖുർആൻ തെളിമയാർന്ന തൗഹീദ്, ഏകദൈവ വിശ്വാസമാണ് പ്രതിനിധാനം ചെയ്യുന്നത്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ദൈവവിശ്വാസമുള്ള സമൂഹത്തിന് ഖുർആന്റെ തെളിമയായ തൗഹീദ് ആവശ്യമുണ്ട്. വ്യത്യസ്ത ജാതീയ വിഭാഗങ്ങളായി ഉച്ചനീചത്വം കൽപ്പിച്ച് മാറ്റി നിർത്തപ്പെടുന്ന സമൂഹങ്ങളുള്ള ഈ രാജ്യത്ത് ഇസ്ലാം പ്രതിനിധാനം ചെയ്യുന്ന, ഉദ്ബോധനം ചെയ്യുന്ന സാഹോദര്യത്തിൻ്റെ ദീൻ ആവശ്യമുണ്ട്. ഹ്യൂമൻ ഡിഗ്നിറ്റി, ഹ്യൂമൻ ഇക്വാലിറ്റി, ഹ്യൂമൻ യൂണിറ്റി, മനുഷ്യൻ്റെ ഐക്യം, മനുഷ്യൻ്റെ സമത്വം, മനുഷ്യൻ്റെ അഭിമാനം എന്നിവ ഉയർത്തിപ്പിടിക്കുന്ന ഖുർആനിക ആശയങ്ങൾ ഇന്ത്യൻ സമൂഹത്തിന് ആവശ്യമുണ്ട്. 40 കോടിയോളം വരുന്ന ജനങ്ങൾ പട്ടിണി കിടക്കുന്ന ഒരു രാജ്യത്തിന് കാരുണ്യത്തിലധിഷ്ഠിതമായ ദീൻ ആവശ്യമുണ്ട്. പലിശരഹിതമായ ഒരു സാമ്പത്തിക ഘടന പ്രദാനം ചെയ്യുന്ന, സക്കാത്തിന്റെ ഉജ്ജ്വലമായ സാമൂഹ്യ ഘടന പ്രതിനിധാനം ചെയ്യുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥ, ഒരു സാമൂഹ്യ വ്യവസ്ഥ ഈ രാജ്യത്തിന് ആവശ്യമുണ്ട്. ഇത് നിങ്ങളുടെ കയ്യിലാണ് ഈ ഖുർആൻ ഉള്ളത്. ആ ഖുർആൻ, അതിൻ്റെ ആശയങ്ങൾ നിങ്ങൾ പ്രചരിപ്പിക്കുക. അതിൻ്റെ ആശയങ്ങളുടെ സാക്ഷികളായി നിങ്ങൾ നിലകൊള്ളുക. നിങ്ങളുടെ വ്യക്തി ജീവിതം, നിങ്ങളുടെ കുടുംബജീവിതം, നിങ്ങളുടെ സാമൂഹ്യ ജീവിതം, നിങ്ങളുടെ കച്ചവടം, നിങ്ങളുടെ കൃഷി, നിങ്ങളുടെ വ്യവസായം, നിങ്ങളുടെ ഇടപാടുകൾ എല്ലാം ഖുർആനിക ആശയങ്ങളുടെ മാനിഫെസ്റ്റേഷനായി മാറണം. അപ്പോൾ ആളുകൾ തിരിച്ചറിയും ഈ ഖുർആൻ ഇവരെ പഠിപ്പിക്കുന്നത് ഏറ്റവും ഉദാത്തമായ മൂല്യങ്ങളാണെന്ന്. ഖുർആനെ അനുധാവനം ചെയ്യുക എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم زين قلوبنا بالقرآن، زين قلوبنا بالقرآن يا رب العالمين. اللهم أتمم لنا نورنا يا رب العالمين. وآخر دعوانا أن الحمد لله رب العالمين والسلام والحمد لله.